പ്രിയപ്പെട്ടവരെ, നമുക്ക് നമുക്ക് ചുറ്റും ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. രക്തബന്ധങ്ങളായിട്ടും അല്ലാത്തതുമായിട്ടും. അതിൽ ചില ആളുകൾക്ക് നമ്മുടെ രക്തബന്ധത്തെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും ഒക്കെ കൂടുതൽ അടുപ്പവും അതേപോലെ സ്നേഹവും പല കാര്യങ്ങളും തുറന്നു പറച്ചിലുകളുമെല്ലാം നമ്മുടെ കസിൻസിനോടാവാം. അവര് ബ്ലഡ് റിലേഷൻ അല്ല എന്നല്ല, പക്ഷേ സ്വന്തം ഫാദറിനോടും മദറിനോടും സിസ്റ്ററോടും ബ്രദറോടും ഇല്ലാത്തതിനേക്കാൾ അടുപ്പവും സ്നേഹവും കമ്മ്യൂണിക്കേഷനും എല്ലാം അവരുമായിട്ടായിരിക്കും. അപ്പൊ ഇത് തൊട്ടപ്പുറത്തുള്ള ഇവരുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ക്ലോസ് റിലേഷൻ ഇവരുടെ പാരൻസ് കാണുകയാണ്. ആ സമയത്ത് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു വേദന ഉണ്ട്. അതൊരു പക്ഷേ നമുക്കൊന്നും എന്താ പറയുക എന്തിനെ വെച്ചിട്ടും ഉപമിക്കാൻ പറ്റൂല. അത്രയേറെ മാനസിക ബുദ്ധിമുട്ടും മനസ്സ് നെഞ്ച് പൊട്ടണ ഒരു വിഷമായിരിക്കും. കാരണം ഇവർക്ക് ഈ പാരൻസിനെ അല്ലെങ്കിൽ ഈ ബ്രദറിനെ സിസ്റ്ററിനെ പറ്റാത്തത് അവർക്ക് നല്ലൊരു കാര്യം ഒരു പക്ഷേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അതവർക്ക് പറ്റൂല. മറ്റുള്ളവര് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ സ്വന്തം പാരൻസിനെയും ബ്രദർ സിസ്റ്ററിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരിന്നത് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളൊരു തെറ്റായ ചിന്താഗതിയാണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു മനോഭാവത്തിന് കാരണം. അപ്പം നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെയുള്ള എല്ലാവരും ഓർക്കുക, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ എൽഡറായിക്കോട്ടെ യങ്ങറായിക്കോട്ടെ, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ അവർ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരാളും നമ്മൾ മാതാപിതാക്കളെയും നമ്മൾ സഹോദരങ്ങളെയും മനസ്സ് വിഷമിപ്പിക്കാണ്ട് വേദനിപ്പിക്കാണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ ആർക്കെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് ക്ഷമ പറയുക. ഇന്ന് കണ്ടവരെ അടുത്ത സെക്കൻഡിൽ കാണാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ ക്ഷമ പറഞ്ഞ് അവരുടെ മനസ്സിലെ മുറിവിനെ ഉണക്കി ജീവിതം മനോഹരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ജീവിത വിജയത്തിൽ പണവും പ്രശസ്തിയും പ്രതാവും മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാതാപിതാക്കളുടെ ബന്ധമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അത് സൂക്ഷിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ശ്രമിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.